ഹായ്. അതെ, ഇന്ന് നമുക്കൊരു ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. ഞാൻ ട്യൂണ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് അറിയുന്നത് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ഷോർട്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഒരു 5 ചെറിയ പൊട്ടറ്റോ അത് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് സവാളയും പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞത്, 2 മുട്ട ബീറ്റ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ട്യൂണ 2 ക്യാനാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമുക്കത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസ്, ഓയില്. പാൻ വെച്ചായിരുന്നു, ഇതിൽ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയും പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ സവാളയും പച്ചമുളകും നന്നായിട്ട് മരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇടാം. ഇപ്പം എല്ലാം മരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കളറിന് ഒരു ചില്ലി, കാശ്മീരി ചില്ലി, പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കണ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് മരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാൻഡ് ട്യൂണ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇത് ഉടച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കുമ്പോഴേക്കും പൊട്ടറ്റോൻ്റെ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പൊട്ടറ്റോൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ കട്ട്ലേറ്റ് ഓരോന്ന് എടുത്തിട്ട് മുട്ടയുടെ വെള്ളയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ഇതിനകത്ത് മുക്കുന്നുണ്ട്. ഡബിൾ കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫിഷ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോസായിട്ട് കാണാം.